സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുർബാനയിലും യാമപ്രാർത്ഥനയിലുമെല്ലാം ഇങ്ങനെ ഒരു പദം നമ്മൾ കേൾക്കാം: മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായ ദൈവത്തിൻ്റെ കാരുണ്യമേ. സർവജ്ഞനായ ഭരണകർത്താവ്, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ. സർവജ്ഞനായ ഭരണകർത്താവ്, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ. എന്താണ് ഈ വിസ്മയനീയത? അതായത് നമ്മുടെ മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമാണത്. സകല സമ്പത്തുകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണേ. കണ്ടോ, ഞങ്ങളെ കടാക്ഷിക്കുക. പെടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തീറ്റയ്ക്ക് കൊണ്ടുപോകുമ്പോൾ പെടക്കോഴി എന്താ കടാക്ഷിക്കുന്നത്? കുഞ്ഞുങ്ങളെ മാത്രമല്ല, ഏതെങ്കിലും ശത്രു തൻ്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെല്ലാം ആ പെടക്കോഴി കുഞ്ഞുങ്ങളെ കുക്കു 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 എന്ന് പറഞ്ഞിങ്ങനെ തീറ്റിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു പരുന്തങ്ങ് ദൂരത്തുനിന്ന് ഇറങ്ങി വരുന്നത്, പറന്നു വരുന്നത് കാണുമ്പോൾ ഉടനെ പെടക്കോഴി കുക്കു കുക്കു. ഇതാ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഓടി വന്ന് പെടക്കോഴിയുടെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കപ്പെടുന്നു. പരുന്ത് താഴെ വന്നപ്പോഴേക്കും കുഞ്ഞുങ്ങളെല്ലാം പെടക്കോഴിയുടെ ചിറകിൻ കീഴിൽ. ഇതാണ് ഈശോ തന്നെ പറയാറുള്ള, സങ്കീർത്തനങ്ങളിലെല്ലാം ധാരാളം പ്രാവശ്യം പറയുന്ന കോഴി, അല്ലെങ്കിൽ തൻ്റെ തൂവലുകൾക്കുള്ളിൽ സംരക്ഷിക്കുന്ന ദൈവം. ദൈവം നമ്മെ തൻ്റെ തൂവലുകൾക്കുള്ളിൽ സംരക്ഷിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ വാത്സല്യം. ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ മറ്റുള്ള ഇടയനെ പോലെ ആടുകളുടെ പുറകെ നടന്ന് ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ഇടയനല്ല. നല്ല ഇടയൻ ആടുകൾക്ക് മുൻപേ പോകുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ആടുകളിൽ ഒന്നിനെപ്പോലും നഷ്ടപ്പെടുത്താൻ എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ആടുകളിൽ ഒന്നിനെപ്പോലും നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കയില്ല. എൻ്റെ ആടുകൾക്ക് ഞാൻ നിത്യജീവൻ നൽകുന്നു. ഒന്നുപോലും നഷ്ടപ്പെടാതെ എല്ലാത്തിനെയും വീണ്ടെടുക്കുക എന്നതാണ്. അപ്പോൾ ആ വീണ്ടെടുക്കുക, ആ രക്ഷയുടെ സൗജന്യദാനത്തെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലൂടെ ദൈവം തൻ്റെ തൂവലുകൾക്കിടയിൽ നമ്മളെ സംരക്ഷിക്കുന്ന ആ ഒരു പ്രതീകം നമുക്കൊന്ന് സ്വീകരിക്കാം. ഒരു സങ്കീർത്തനം ഇതാണ്, 57-ാം സങ്കീർത്തനത്തിൽ പാടുന്നത്: എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ, അങ്ങയിലാണു ഞാൻ ശരണം, അങ്ങയിലാണു ഞാൻ ശരണം തേടുന്നത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ. കണ്ടോ, അത് പറയാൻ വേണ്ടിയിട്ടാണ്, ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ധൈര്യം പൊട്ടിയിരിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. കേട്ടോ, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന, സങ്കീർത്തനം 57, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. എന്നിട്ട് അടുത്ത് പറയുകയാണ്, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. സ്നേഹമുള്ളവരെ, സ്വർഗം എന്നത് ആകാശത്തിന് മുകളിൽ ഇരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറ്. ആകാശങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗത്തിലെ ദൈവമേ എന്നെല്ലാം പറയുമ്പോൾ
നമ്മൾ ചോദിക്കും എവിടെയാ ദൈവം എന്ന് പറയുമ്പോൾ ഉടനെ കൈ മുകളിലോട്ട് കാണിക്കും. സ്വർഗം എന്നത് ഒരു സ്ഥലമല്ല. സ്വർഗം എന്നത് ഒരു സ്ഥലമല്ല. സ്വർഗം എന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസമാണ്. കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ 1024 ഖണ്ഡികയിൽ ഞാൻ പെട്ടെന്നൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 1024 ഖണ്ഡികയിൽ പറയുന്നത് സ്വർഗം ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹവാസവുമാണ്. 1024 ഇതാ വന്നു കഴിഞ്ഞു. പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ജീവിതം കന്യകാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ഒപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും സംസർഗം സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. അഗാധമങ്ങളായ മാനുഷിക അഭിലാഷങ്ങളുടെ പരമാന്ത്യവും നിറവേറലുമാണ് സ്വർഗം. പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിൻ്റെ അവസ്ഥയാണത്. സ്വർഗത്തിൽ ജീവിക്കുക എന്നത് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുക എന്നതാണ്. ഇതിവിടെ വെച്ച് തന്നെയല്ലേ? ഇവിടെ വെച്ച് തന്നെ നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ കൂദാശകളിലൂടെയും ഈ സ്വർഗീയ അനുഭവത്തിലാണ്. എന്നാൽ അതിൻ്റെ പൂർണ്ണമായ അനുഭവം മരണാനന്തരം നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കണ്ടോ, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമായ ചെന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ യേശുവിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്ന ഈ സങ്കീർത്തനം യേശുവിനെ കുറിച്ചാണ്. ആ പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്, ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ നൽകുന്ന അപ്പം. ഞാൻ തരുന്ന അപ്പം എൻ്റെ ശരീരവും രക്തവുമാണ്. ഇത് ഭക്ഷിക്കുന്നവർ നിത്യം ജീവിക്കും. അവർക്ക് ശിക്ഷാവിധി ഇല്ല. വിധിയിൽ വീഴാതവരെ ഞാൻ അന്തിമ ദിവസമുയ. അപ്പം നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഭയപ്പെടുന്നത്? നമ്മൾ ശിക്ഷാവിധിയെക്കുറിച്ചാണ് ഭയപ്പെടുന്നത്. അതാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ നമ്മൾ കേട്ടു. 4-ാം അധ്യായത്തിൽ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ 17-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇതാണ്: പൂർണ്ണമായ സ്നേഹം ഭയത്തെ അകറ്റുന്നു. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. യോഹന്നാൻ 4:19 വചനം പറയുകയാണ്, ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മളിലുള്ള ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഞാൻ നരകത്തിൽ പോകുമോ? ഞാൻ എവിടെ പോകും? ഒരു ക്രിസ്ത്യാനിക്ക് ഞാൻ എവിടെ പോകുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തുവുമായിട്ട് ഒന്നായിരിക്കുകയും യേശു ക്രിസ്തു അവനിൽ വസിക്കുകയും ദൈവം നമ്മോട് കൂടി ആയിരിക്കുന്ന അവസ്ഥയിൽ ആരിവനെ ശിക്ഷയ്ക്ക് വിധിക്കും? പറയും ആരിവനെ ശിക്ഷയ്ക്ക് വിധിക്കും? ദൈവം നമ്മോട് കൂടെ. എന്നിൽ ക്രിസ്തു ജീവിക്കുമ്പോൾ എന്നെ ആർക്ക് ശിക്ഷയ്ക്ക് വിധിക്കാൻ പറ്റും? നിങ്ങളിൽ ക്രിസ്തു ജീവിക്കുമ്പോൾ നിങ്ങളെ ആർക്ക് ശിക്ഷയ്ക്ക് വിധിക്കാൻ പറ്റും? ഇതാണ് നമ്മുടെ വിശ്വാസം. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം പറയുന്നത്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന നമുക്ക് ശിക്ഷാവിധിയില്ല. അപ്പം എന്താ പിന്നെ ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണത്? അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരാത്തത് കൊണ്ടാണത്. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവന് ശിക്ഷാവിധിയില്ല. യേശു ക്രിസ്തു നമ്മിലുള്ള ശിക്ഷയും പാപവും ഏറ്റെടുത്ത്, അതാണ് യേശു കുരിശിൽ ശിക്ഷ ഏറ്റെടുത്ത് നമ്മളെ രക്ഷിച്ചിരിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇതാണ് ദൈവത്തിൻ്റെ വാത്സല്യവും സ്നേഹവും. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും.
ഇത് നമ്മളിൽ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇത് വരാൻ പോകുന്ന ഒരു കാര്യമല്ല. ഇത് നമ്മളിൽ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നമ്മളിൽ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഞാനിത് വിശ്വസിക്കുന്നു. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു. അതാണ് പൗലോസ് പറഞ്ഞത്, ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. മരിച്ചുയർത്ത ക്രിസ്തു ജീവിക്കുന്നു. ക്രിസ്തുവിൻ്റെ സകല ചൈതന്യവും തുളുമ്പിക്കൊണ്ട് നമ്മളിൽ ജീവിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇത് വിശ്വസിക്കുമ്പോൾ നമ്മുടെ സകല രോഗങ്ങളും മാറുന്നു. രോഗം മാറാൻ വേണ്ടി അല്ല വിശ്വസിക്കാൻ പറയുന്നത്. ഞാനിങ്ങനെ ഒരിക്കൽ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലൂർദ് പള്ളിയുടെ മുമ്പിൽ ഉള്ള കൺവെൻഷനായിരുന്നു. അതിനപ്പുറത്തുള്ള മിഷൻ ആശുപത്രിയിൽ ഇരുന്ന ഒരു ബ്രദർ, റിലീജിയസ് ബ്രദർ, 2 ഹെർണിയ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അദ്ദേഹം ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഓപ്പറേഷൻ ഉച്ച കഴിഞ്ഞിട്ടല്ലേ, ഞാൻ താഴെ പോയി ആ വചനം കേൾക്കട്ടെ, താഴെ ഇരുന്നിട്ട്. ആ കേട്ടോളാം പറഞ്ഞു, 12 മണിയാവും മടങ്ങി വന്നേക്കണം. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലാസറേ പുറത്തു വരിക, ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ അയാൾക്ക് എന്തോ സംഭവിച്ചു. അദ്ദേഹം ഉച്ച കഴിഞ്ഞ് ആശുപത്രിയിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ചെയ്യാൻ വന്നു. നോക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാനൊന്നുമില്ല. ആ 2 ഓറഞ്ചിൻ്റെ സൈസിലുള്ള 2 ഹെർണിയ മുഴ കാണാനില്ല. പിന്നെ എന്താ ഓപ്പറേഷൻ ചെയ്യണേ? അങ്ങനെ അദ്ദേഹത്തെ പിരിച്ച് വിട്ടു. അദ്ദേഹം ഡ്രസ്സ് മാറി ഓടി വന്നുകൊണ്ട്, ലൂർദ് പള്ളി നേരെ ഓപ്പോസിറ്റാണ്, ഓടി വന്ന് മൈക്ക് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പിടിച്ച് വാങ്ങിക്കൊണ്ട്, രാവിലെ ലാസറേ പുറത്തു വരിക എന്ന് ബ്രദർ പറയുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ കറണ്ട് അടിക്കുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ ഉള്ളിൽ ഈശോ ഉയർപ്പ് നൽകി, എന്നെ പുതിയതാക്കി, എൻ്റെ 2 മുഴകളും മാറി. ഇതെന്തിനു വേണ്ടിയാണ്? ഇതുപോലെ ദൈവത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെയും കൊണ്ട് നീങ്ങുന്ന സക്രാരികളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾക്ക് ഇനിയും ബോധ്യമാകാൻ വേണ്ടിയാണ്. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും രോഗശാന്തി നേടിയിട്ട് ആശുപത്രി അടപ്പിക്കാൻ വേണ്ടിയല്ല. നമ്മൾ ഓരോരോ ക്രിസ്ത്യാനിയിലും യേശു ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, ലാസറിനെ ഉയർപ്പിക്കുന്ന യേശു ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു. സ്നേഹമുള്ളവരെ, വരുവിൻ, നമുക്കിവിടെ ഈ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആരാധിക്കുമ്പോൾ ഈ എഴുന്നള്ളിച്ചിരിക്കുന്ന ഈശോ അന്ന് ലാസറിൻ്റെ ഭവനത്തിൽ ലാസറിനെ ഉയർപ്പിച്ച ഈശോ ആണ്. നീ വിശ്വസിക്കുമെങ്കിൽ നിന്റെ ദൈവത്തിൻ്റെ മഹത്വം നീ കാണും. സ്നേഹമുള്ളവരെ, നമുക്കിന്ന് നിങ്ങൾ എവിടെ നിന്നായാലും എവിടെ ഇരുന്നായാലും ഇത് കേൾക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കുക, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിങ്ങളിൽ വസിക്കുന്നു. ആ കർത്താവിൻ്റെ ഒരു അനുഭവമാണ് ഈ രോഗശാന്തി. ആ ബോധ്യത്തോടെ നമുക്ക് ഈശോയെ ആരാധിക്കാം. പ്രാർത്ഥന പനിനീർ പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോടു കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോടു കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ. ദൈവം നമ്മോടു കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോടു കൂടെ, ദൈവം നമ്മോടു കൂടെ, ദൈവം നമ്മോടു കൂടെ.
യേശു നമ്മുടെ നല്ല ഇടയനാണ്. ഇതാ നമ്മുടെ മുമ്പിൽ ആ നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന ഇടയൻ. ഞാൻ നല്ല ഇടയനാകും, എൻ്റെ ആടുകളെ ഒന്നുപോലും നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കയില്ല. അതോടൊപ്പം നമ്മൾ കേട്ടു റോമാക്കാർക്ക് ലേഖനത്തിൽ 8-ാം അധ്യായം 1-ാമത്തെ വചനം, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. നമ്മൾ കേട്ടു യോഹന്നാന്റെ ലേഖനത്തിൻ്റെ അവസാനം, നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിക്കുകയും സ്വപുത്രനെ അയച്ച് നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരം ചെയ്യുകയും ചെയ്തു. അതിൽ 19-ാമത്തെ വചനം പറയുകയാണ്, സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ശിക്ഷയെക്കുറിച്ച് ഇനി ഭയപ്പെടേണ്ടതില്ല. ഇതാണ് മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ വാത്സല്യം. ദൈവം ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ് വന്നത്. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വാത്സല്യം ഏറ്റവും വലിയ പാപിയെയും തോളിലേറ്റി രക്ഷിക്കുന്ന, വഴിതെറ്റിപ്പോയ ആടിനെ തേടി വന്ന് 99 നല്ല ആടുകളെയും വിട്ടിട്ട് വഴിതെറ്റിപ്പോയ ആടിനെ തേടി വന്ന് ആ ആടിനെ തോളിലേറ്റി കൊണ്ടുവരുന്ന ഇടയനാണ് നമ്മുടെ ഈശോ. ആ ഈശോ ഇതാ ഇവിടെ. സങ്കീർത്തനം 23 ഏതാനും ഭാഗങ്ങൾ നമ്മളിപ്പോൾ പാടുമ്പോൾ ഈ ഇടയൻ്റെ ആ വാത്സല്യം, ഇടയൻ പച്ചപ്പുല്ലിലേക്കും ജലാശയത്തിലേക്കും നയിക്കുന്നത്, പച്ചപ്പുല്ല് ദൈവവചനവും ജലാശയം പരിശുദ്ധാത്മാവുമാണ് എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് പാടിക്കൊണ്ട് നല്ല ഇടയനായ നമ്മുടെ ഈ യേശുവിനെ ആരാധിച്ച് നമുക്ക് പാടാം. ഇത് ആരാധന മനോഭാവത്തോടെ, നല്ല ഇടയനിതാ നമ്മുടെ മുമ്പിൽ, നമ്മളെ വാത്സല്യത്തോടെ തോളിലേറ്റുന്ന ഇടയനിതാ നമ്മുടെ മുമ്പിൽ. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്കു വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഞങ്ങളൊക്കെ ആരാധിക്കുന്നു, ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങിൽ ആശ്രയിക്കുന്നു, ഞങ്ങളങ്ങിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇടയൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി കാതോർക്കുന്നു. ഞങ്ങൾ ഇടയൻ്റെ പിന്നാലെ വരുന്നു. അങ്ങ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതിനീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം എന്നത് പുതുജീവനാണ്. ഈശോ നൽകുന്ന പുതുജീവൻ, ഈശോ നൽകുന്ന സൗഖ്യം, ഈശോ നൽകുന്ന വിമോചനം, ഈശോ നൽകുന്ന രൂപാന്തരികമാണ് ആ പുതുജീവൻ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. നമ്മളെല്ലാവരും ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നും, ഈശോ ദൈവം നമ്മോട് കൂടെ, ആ ഈശോയുടെ കരുണയും വാത്സല്യവും, നല്ല ഇടയൻ വഴിതെറ്റിപ്പോയ ആടിനെ തോളിലേറ്റുന്ന പോലെ നമ്മളെ തോളിലേറ്റുന്നു. മുടന്തനായ ആടിനെ തോളിലേറ്റുന്ന പോലെ നമ്മളെ തോളിലേറ്റിക്കൊണ്ട് നമ്മുടെ മുറിവുകൾ വെച്ച് കെട്ടുന്ന, മുറിവുകൾ ആടിന്റെ മുറിവുകൾ വെച്ച് കെട്ടുന്ന, ആടിന്റെ മുറിവുകൾ വെച്ച് കെട്ടുന്ന ഈശോയെ മനസ്സിൽ കാണുക. ഇതാ ഇപ്പോൾ അത്ഭുത രോഗശാന്തിയുടെ സമയമാണ്, അത്ഭുത രോഗശാന്തിയുടെ സമയമാണ്.
നമുക്ക് എല്ലാവർക്കും സ്തുതിക്കാം. ഈശോ നമ്മിൽ വസിക്കുന്നു എന്ന് സ്തുതിച്ചുകൊണ്ട്, ഈശോ നമ്മിലുണ്ട്. ഈശോയുടെ വാത്സല്യം, ഈശോയുടെ തലോടൽ, ആ വഴിതെറ്റിപ്പോയ ആടിനെ തോളിലേറ്റുന്ന ഈശോ, ആ കാലിന് അല്ലെങ്കിൽ മുറിവേറ്റ ആടിനെ വെച്ച് കെട്ടുന്ന ഈശോ, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തിക്കൊണ്ട്, ആശ്വസിപ്പിച്ചുകൊണ്ട്, ആശ്വാസം പകർന്നുകൊണ്ട് സൗഖ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഇപ്പോൾ പല്ലിന് വേദനയുള്ളവരെ സൗഖ്യപ്പെടുത്തുന്നു, പല്ല് വേദനയുള്ളവരെ സൗഖ്യപ്പെടുത്തുന്നു, പല്ല് വേദനയുള്ളവരെ സൗഖ്യപ്പെടുത്തുന്നു, കാലിൽ ചൊറിച്ചിലുള്ളവരെ സൗഖ്യപ്പെടുത്തുന്നു, കാലിന്റെ അസ്ഥികൾക്ക് വേദനയുള്ളവരെ സൗഖ്യപ്പെടുത്തുന്നു, കാലിന്റെ അസ്ഥികളിൽ വേദനയുള്ളവരെ സൗഖ്യപ്പെടുത്തുന്നു. കാതുകൾക്ക് സൗഖ്യം നൽകുന്നു, കേൾക്കാൻ കേൾവി കുറവുള്ളവരെ, കാതിന്റെ പഴുപ്പുള്ളവരെ, കാതിലൂടെ രക്തം ഒഴുകുന്നവരെ സൗഖ്യപ്പെടുത്തുന്നു, കാതിൽ പഴുപ്പുള്ളവരെ സൗഖ്യപ്പെടുത്തുന്നു, കാതിൽ പഴുപ്പുള്ളവരെ സൗഖ്യപ്പെടുത്തുന്നു, കാതിലൂടെ രക്തം ഒഴുകുന്നവരെ സൗഖ്യപ്പെടുത്തുന്നു. ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഛർദ്ദിച്ചു പോകുന്നവര്, ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഛർദ്ദിക്കും, അങ്ങനെയുള്ളവരെ സൗഖ്യപ്പെടുത്തുന്നു. ആമാശയ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് സൗഖ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ തരുന്നു. ജനനേന്ദ്രിയങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു. ആമാശയ സംബന്ധമായ രോഗങ്ങളെയും ഗർഭാശയ സംബന്ധമായ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു. ഗർഭാശയ സംബന്ധമായ രോഗങ്ങളെ ആർത്തവമില്ലാത്തവരെ, അങ്ങനെയുള്ളവർക്ക് സൗഖ്യപ്പെടുത്തിയത് ആർത്തവം നൽകുന്നു. ഈശോയുടെ അത്ഭുത ശക്തി ഒഴുക്കിക്കൊണ്ട്, ഈശോയുടെ അത്ഭുത ശക്തി ഇതാ നമ്മളിലേക്ക് ഒഴുകുന്നു. നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്ന യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. വരുവിൻ, നമുക്ക് വീണ്ടും പാടിക്കൊണ്ട്, കർത്താവാണ് നമ്മുടെ ഇടയൻ, നമുക്കൊന്നിനും കുറവുണ്ടാകയില്ല. വിശ്വസിക്കുക. ആ പാട്ട് പാടിക്കൊണ്ട്, ഇതാണ് പഴയകാലം മുതലേ എല്ലാവരും ഇവൻ രക്തസാക്ഷികളാകാൻ പോകുന്നവർ പോലും പാടിക്കൊണ്ടു പോയിരുന്ന പാട്ടുകളാണിത്. ഈശോ തന്നെ എന്നും പാടിയിരുന്ന സങ്കീർത്തനമാണിത്. അപ്പസ്തോലന്മാർ എന്നും പാടിയിരുന്ന സങ്കീർത്തനമാണിത്. സഭ എന്നും പാടുന്ന സങ്കീർത്തനമാണിത്. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കും. പുതുജീവൻ, പുതുജീവൻ, നവീകരണമാണ്. നവീകരണത്തിന്റെ പുതുജീവൻ നൽകിക്കൊണ്ട് നമ്മുടെ കുടുംബം മുഴുവനിലും ഓരോരുത്തരിലും നവീകരണത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ള ജീവൻ നൽകുന്നു. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പോകുകയാണ്. ഇതിനെ തുടർന്നുള്ള വരികളിൽ നമ്മൾ കേൾക്കുന്നത് ഇതാണ്: മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നമ്മൾ ചലിക്കുന്നതെങ്കിലും അത് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയാണ്, നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ. നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഈശോയെ വിശ്വസിക്കുന്നവരാണെങ്കിലും ലോകത്തിൽ ഇപ്പോഴും ആയിട്ടില്ല. ലോകം ഇപ്പോഴും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയാണ്. അഥവാ പാപത്തിൻ്റെ സാഹചര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ പാപ സാഹചര്യങ്ങൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. എങ്കിലും ഞങ്ങൾ ഭയപ്പെടുന്നില്ല, കാരണം അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഈ ബോധ്യത്തിലൂടെ നമുക്ക് പാടിക്കൊണ്ട്, നമ്മളൊരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് പാടിക്കൊണ്ട്
നമ്മുടെ ഒരാടിനെ പോലും കർത്താവ് വിട്ടുകളയില്ല. എൻ്റെ ആടുകളിൽ ഒന്നിനെ പോലും നശിക്കാൻ ഞാൻ അനുവദിക്കയില്ല. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. ഞാൻ അവയെ തോളിലേറ്റിക്കൊണ്ടുവരുന്നു. പാപത്തിന്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണെങ്കിലും ഞാൻ അവിടെ പോയി അവരെ നേടും. മരണത്തിന്റെ നിഴൽ വീണ അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതിനീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം പുതുജീവൻ നൽകുന്നു. തന്റെ നാമത്തെ പ്രതിനീതിയുടെ ദൈവരാജ്യവും അവിടുത്തെ നീതിയും നയിക്കുന്നു. മരണത്തിന്റെ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. പാപ സാഹചര്യങ്ങൾ നമുക്കുണ്ടെങ്കിലും അവിടുന്ന് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ അതിൽ നിന്നെല്ലാം രക്ഷിക്കപ്പെടുകയില്ല. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. അതാണ് നമ്മുടെ കുടുംബത്തിലെ അവസ്ഥയെങ്കിലും കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. നമുക്ക് ആരാധിച്ചുകൊണ്ട് അങ്ങയുടെ വടിയും ബലവും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് നമ്മുടെ കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി. ഇന്ന് ഞങ്ങൾക്ക് നൽകിയ സന്ദേശത്തിന് നന്ദി. ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി. ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആ ആത്മധൈര്യത്തിന് നൽകി. ആത്മധൈര്യം കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ ആടുകളിൽ ഒന്നുപോലും നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കുകയില്ല. എൻ്റെ ആടുകൾക്ക് നിത്യജീവൻ ഞാൻ നൽകുന്നു. ഞാൻ എൻ്റെ ആടുകൾക്ക് ജീവൻ കൊടുത്ത് ഞാൻ അവയെ രക്ഷിക്കും. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരുവിൻ, നമുക്ക് ആ ബോധ്യത്തോടുകൂടി ഈ സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കാം. ഈ സമാപന ആശീർവാദത്തിൽ ഈ വാക്കുകളാണ്, അത് ശ്രദ്ധിക്കുക. തൻ്റെ ശരീരവും രക്തത്താലും അവിടുന്ന് നമ്മെ രക്ഷിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്.